ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് ആൻഡ് ഡ്രാഫ്റ്റ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വണ്ടി എൻടോർക്ക് 125 ഓൺ സ്റ്റീറോയിഡ്സ്. എൻടോർക്ക് 150. എൻടോർക്ക് 150യുടെ ഫ്രണ്ടിലത്തെ ലുക്ക് അത്യാവശ്യം നല്ല ഷാർപ്പാണ്. സൈഡിൽ നിന്നുള്ളൊരു ലുക്ക് എന്ന് പറയാൻ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു വിംഗ്ലെറ്റ്സ് നല്ലൊരു ടച്ചാണ് കേട്ടോ. റിയർ അല്ലെങ്കിൽ ബാക്ക് സൈഡിലത്തെ ലുക്കും അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടാണ് എൻടോർക്ക് 150ക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ളത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിങ്സ്. ടി വി എസ് എൻടോർക്ക് 150ക്കും ടി വി എസ് ഐഗോ അസിസ്റ്റ് ഉണ്ട്. നമുക്ക് ടി വി എസ് എൻടോർക്ക് 150യുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. TFT സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിൾ ആണ് കേട്ടോ. സ്വിച്ചസിൻ്റെ കാര്യം പറയുന്നത് ഹൈ ബീം, ലോ ബീം, പാസ്, ഇത് ഹസാർഡ്, പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള, ഇത് ബാക്ക്, ഇത് സെറ്റ് ചെയ്യാനുള്ള, പിന്നെ ഈ വരുന്നത് ഇൻഡിക്കേറ്റർ, ഹോൺ ഓഫ് കോഴ്സ്. റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ചും ഇഗ്നീഷൻ സ്വിച്ചും ഉണ്ട്. അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഒറ്റ സ്വിച്ച് തന്നെ എല്ലാം വരുന്നത്. ഇതാണ് എൻടോർക്ക് 150യുടെ എക്സോസ്റ്റ് നോട്ട്. അത്യാവശ്യം നല്ലൊരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ബട്ട് എൻടോർക്ക് 125 ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അത് അവരെടുത്ത് കളഞ്ഞു. പക്ഷേ USB പോർട്ട് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അണ്ടർ സീറ്റിൻ്റെ അവിടെ തന്നെയാണ് OBD പോർട്ടും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കീ നോബ് അത്യാവശ്യം സൂപ്പറാണ് കേട്ടോ. ഓൾ ഇൻ വൺ ലോക്ക് എന്നാണ് TVS പറയുന്നത്. അപ്പോൾ ഈ ഒരു കീ നോബ് വെച്ച് തന്നെ വണ്ടിയുടെ ഇഗ്നിഷനും അതുപോലെ തന്നെ ഹാൻഡിൽ ലോക്കും ചെയ്യാൻ പറ്റും. ഫ്യൂൽ ക്യാപ്പും അതുപോലെ തന്നെ സീറ്റ് തുറക്കാനും ഈ ഒരു നോബ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹുക്കുണ്ട്, പിന്നെ ചെറിയൊരു ഗ്ലൗ ബോക്സും TVS കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് ഫ്രണ്ട് ബ്രേക്കിനും അതുപോലെ തന്നെ റിയർ ബ്രേക്കിനും TVS എൻടോർക്ക് 150യിൽ കൊടുത്തിരിക്കുന്നത്. TVS എൻടോർക്ക് 150യുടെ റിയർ ടയർ സൈസ് വരുന്നത് 110, 80, 12 ആണ്. ട്യൂബ്ലെസ് ആണ് ഓഫ് കോഴ്സ്. അതുപോലെ ABS ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് വരുന്നത് 100, 80, 12 ആണ്. അതും ട്യൂബ്ലെസ് ആണ്. എൻടോർക്ക് 150യുടെ ടയറും അത്യാവശ്യം നല്ല രസമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എൻടോർക്ക് 150 ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഞാൻ എൻടോർക്ക് 125 ഇപ്പം 7 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാനൊരു കംഫർട്ടിലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ ജോമെട്രിയും ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല എൻഗേജിങ് ഒരു റൈഡായിരുന്നു ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കേ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വണ്ടി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഹാൻഡ്ലിങ്ങിൽ തന്നെ തുടങ്ങാം. 12 സൈസ് വരുന്നത് റിംസിൻ്റെ. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഫ്ലിക്കബിളാണ് വണ്ടി. ഹാൻഡിൽ ബാർ അങ്ങനെ ഭയങ്കര വെയിറ്റോ കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ എൻടോർക്ക് 125 ഓടിച്ച് അത്ര അക്കസ്റ്റംഡ് ആയതുകൊണ്ട് ഐ വാസ് അറ്റ് ഹോം. ഏറ്റവും വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയത് എൻടോർക്ക് 125ഉം എൻടോർക്ക് 150 ആയിട്ടുള്ളതിൽ പവറിൽ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഡിഫറൻസ് തോന്നിയത്. ഏറ്റവും ഫാസ്റ്റായിട്ട് 0 to 60 150cc സ്കൂട്ടർ സെഗ്മെൻറ്റിൽ അടിക്കുന്ന വണ്ടി എൻടോർക്ക് 150 തന്നെയാണ്. ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പം ഫ്രണ്ട് ഡിസ്ക്കാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ഇസ് ഓക്കെ. പിന്നെ പറയുന്നത് തന്നെ 70% ഫ്രണ്ട് ആൻഡ് 30% റിയർ ബ്രേക്ക് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സംസാരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ഡ്യുവൽ ചാനൽ ABS അല്ല, സിംഗിൾ ചാനലാണ്. ഫ്രണ്ടിലത്തെ ഡിസ്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൽ ABS ഉണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും TVS കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈഡ് കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി സ്കൂട്ടറാണ്. സോ നമ്മൾ പഞ്ഞിക്കട്ടി ഇരിക്കുന്ന പോലെ നമ്മൾ യാത്ര ചെയ്യണം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ അത് നല്ല രീതിയിൽ ഹംസും അതുപോലെ കുണ്ടും കുഴി എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ്. റിയറിൽ വരുന്നത് കോയിൽ സ്പ്രിംഗ് വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ്. റൈഡിങ് എർഗണോമിക്സ് ഇസ് സൂപ്പർബ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻടോർക്ക് 125 എനിക്കുണ്ട്. അപ്പം അതിൻ്റെ സെയിം റൈഡിങ് എർഗണോമിക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി ഹാൻഡിൽ ബാർ കുറച്ചൊരു പൊക്കം ഉള്ളതുപോലെ തോന്നി, വിച്ച് ഈസ് എ ഗുഡ് തിങ്. എൻടോർക്കിൻ്റെ റൈഡിങ് എർഗണോമിക്സ് പറയുമ്പം ഐ ഷുഡ് ഓൾസോ സേ ഈ ഒരു എൻടോർക്ക് വെച്ച് കോട്ടയം ടു ബാംഗ്ലൂർ ഞാൻ 11 മണിക്കൂറിന് ഓടിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടോ ബോഡി ഏക്കോ ബോഡി പെയിനോ ഒന്നും ഇല്ലാതെ തന്നെ എത്താൻ പറ്റി, വിച്ച് എക്സ്പ്ലെയിൻസ് ദ റൈഡിങ് എർഗണോമിക്സ് റൈറ്റ്. അപ്പം ഇനി നമുക്ക് എൻടോർക്ക് 150യുടെ സ്പെക് ഷീറ്റിലേക്ക് കടക്കാം. ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് 3 വാൽവ് സിംഗിൾ സിലിണ്ടർ
149.7cc എഞ്ചിനാണ്. അത് മാക്സിമം പവർ വരുന്നത് 9.7 kW അല്ലെങ്കിൽ 13.2 PS അറ്റ് ദ റേറ്റ് 7000 RPM. മാക്സിമം പവർ വരുന്നത് 14.2 Nm അറ്റ് ദ റേറ്റ് 5500 RPM ആണ്. എൻടോർക്ക് 150യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 155 mm ആണ്. പിന്നെ വേറൊരു സംഭവം കെർവ് വെയ്റ്റ് വരുന്നത് 115 കിലോ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.8 ലിറ്റർ ആണ്. ഈ ഒരു വണ്ടിക്ക് 2 റൈഡിംഗ് മോഡാണുള്ളത്, സ്ട്രീറ്റും റേസും. റേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂൽ മാപ്പിംഗ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഈ ഒരു വണ്ടിക്കും ടി വി എസ് ഐഗോ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ടി വി എസ് റൈഡറിൻ്റെ വീഡിയോ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചെറിയൊരു ബൂസ്റ്റ് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പം വണ്ടിയുടെ സ്റ്റാർട്ടർ മോട്ടർ വെച്ച് നമുക്ക് കിട്ടും, വിച്ച് കൈൻഡ് ഓഫ് ഹെൽപ്സ് ദ ആക്സിലറേഷൻ ആക്ച്വലി. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എമർജൻസി ബ്രേക്ക് വാർണിംഗ് സിസ്റ്റമാണ്. നമ്മളിപ്പം പെട്ടെന്ന് എമർജൻസി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്ററും തെളിയുകയും നമുക്ക് പുറകെ വരുന്ന വണ്ടികൾക്ക് അറിയാനും സാധിക്കും. പിന്നെ അങ്ങനെ സ്കൂട്ടേഴ്സ് കണ്ടിട്ടില്ലാത്ത ഒരു ഫീച്ചറാണ് ഫോളോ മീ ഹോം ലാമ്പ്. പിന്നെ ക്രാഷ് അലേർട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ഫീച്ചറായിരുന്നു ടി വി എസ് ഇൻ്റലിഗോ. അതെന്ന് വെച്ചാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സ്കൂട്ടർ ഇപ്പോൾ ഒരു 5 സെക്കൻഡ് ഐഡിലായിട്ട് നിൽക്കുവാണെങ്കിൽ കൗണ്ട് ഡൗൺ കാണിച്ചിട്ട് എൻജിൻ ഓഫ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനും പറ്റും. ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ അല്ലെങ്കിൽ ടി വി എസ് ഇൻ്റലിഗോ നമുക്ക് മാനുവലായിട്ട് ഓവർ റൈഡ് ചെയ്യാനും പറ്റും. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടി വി എസ് എൻടോർക്ക് 150യുടെ പ്രൈസും അതുപോലെ തന്നെ കളർ വേരിയൻസും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കളേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഇത് നൈട്രോ ഗ്രീൻ. അടുത്തൊരു കളർ വരുന്നത് റേസിംഗ് റെഡ് ആണ്. ഈ ഒരു കളറിൻ്റെ പേരാണ് ടെർബോ ബ്ലൂ. ഈ ഒരു കളറിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ്. ഇത് നോൺ TFT വേരിയൻ്റ് ആണ്. നമുക്കിനി എൻടോർക്ക് 150യുടെ പ്രൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം എൻടോർക്ക് 150 TFTയുടെ വില വരുന്നത് 1,21,530 രൂപയാണ്. എൻടോർക്ക് 150യുടെ വില വരുന്നതോ 1,12,530 രൂപയാണ് എക്സ് ഷോറൂം. എൻടോർക്ക് 150യുടെ എല്ലാ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സും ഞാൻ കവർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതുപോലെ ഫീച്ചർ റിച്ച് ആണ് ഈ ഒരു സ്കൂട്ടർ. ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ക്വിക്ക് സമ്മറി പറയുവാണെങ്കിൽ ഐ റിയലി എൻജോയ് ദ സ്കൂട്ടർ. അപ്പം ഓഫ് കോഴ്സ് എൻടോർക്ക് 125 ഓൺ സ്റ്റീറോയിഡ്സ് എന്ന് തന്നെ ഞാൻ പറയും. എന്ന് വെച്ചാൽ കുറേയൊക്കെ ഹാൻഡ്ലിങ് അതുപോലെ സൗണ്ടൊക്കെ എൻടോർക്ക് 125 പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇതിന് പവർ നല്ല വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ റേസ് മോഡ് ഇട്ടിട്ട് ത്രോട്ടിൽ ചെയ്യുമ്പം സ്പീഡ് കയറുന്നത് അതുപോലെ വ്യത്യാസമുണ്ട് എൻടോർക്ക് 150ക്ക്. ABSും ട്രാക്ഷൻ കൺട്രോളും നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ടി വി എസ് ഇൻ്റലിഗോയും എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. പക്ഷേ ടി വി എസ് നിങ്ങളെങ്ങാനും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ അടിയിലത്തെ ലൈറ്റ് എടുത്ത് കളഞ്ഞത് അത് മോശമായിപ്പോയി. അപ്പം ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തത് കൊച്ചിൻ ടി വി എസ് ആണ്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എൻടോർക്ക് 150യുടെ സ്പെക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.